പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ ദിവസം പുതിയ ടാക്സ് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ സമയത്ത് നിരവധി വ്യക്തികൾ ഇത് SIP, SWP ഇതിനെല്ലാം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു ക്ലാരിറ്റിയാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. Once again, welcome back to the Tomija Tips, powered by Dias Academy. My name is Premsar Dias. Tomija Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോക്ക് താഴെ പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടിലെ ടാക്സേഷൻ SIPക്ക് ബാധകമാണോ എന്ന് ചോദിച്ചിരുന്നു. അതിനൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഇത് SIPക്കും SWPനെയും ഈ ടാക്സ് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മ്യൂച്വൽ ഫണ്ടിൽ മന്ത് ഓൺ മന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് SIP. അല്ലാതെ SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ എന്തെല്ലാം ടാക്സ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ബാധകമാണോ അത് നോർമൽ സിറ്റുവേഷനിൽ SIPക്ക് ബാധകമാണ്. അത് ആദ്യം ഓർക്കുക. ഇനി അടുത്തതായിട്ട് ഈ ടാക്സേഷൻ SIP ഇൻവെസ്റ്റേഴ്സിനെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവരുടെ ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് SIP എടുക്കാം, അതിനുശേഷം നമുക്ക് SWPയും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സപ്പോസ് തൊമ്മിച്ചൻ ഒരു 10,000 റുപ്പീസ് വെച്ച് മന്ത്ലി SIP ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ മന്ത്ലി SIP ഇദ്ദേഹം 10,000 വെച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ജാനുവരി മാസം ഇദ്ദേഹം 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫെബ്രുവരി മാസം ഇദ്ദേഹം 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, മാർച്ച് മാസം ഇദ്ദേഹം 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ മന്ത് ഓൺ മന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് SIP. അപ്പോൾ നോർമലി ഇത് ഓരോ ട്രാൻസാക്ഷനും ഒരു സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് നോർമൽ മ്യൂച്വൽ ഫണ്ടിൽ കണക്കൂട്ടുന്നത്. അപ്പോൾ നോർമലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം ആകുന്നതിന് മുൻപ് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിന് നമ്മൾ കൊടുക്കേണ്ട ടാക്സാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്യണമെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ലാഭത്തിന് ഞാൻ കൊടുക്കേണ്ട ടാക്സിനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിലവിലത്തെ പുതിയ ബഡ്ജറ്റ് പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20%, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 1.25 ലാഖിന് മേലെ വരുന്ന പ്രോഫിറ്റിന് 12.5% ആണ് ഇപ്പം നിലവിലത്തെ പുതിയ ടാക്സ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് ആപ്ലിക്കബിൾ ആകുന്നത്? അപ്പോൾ ഞാൻ ഈ ജാനുവരി 1-ാം തീയതി സപ്പോസ് ഞാൻ ഇപ്പോൾ ഒരു 10,000 രൂപ തൊമ്മിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 365 ദിവസം കഴിയുമ്പോൾ അതിന് ശേഷമാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് മാറും. അതേസമയം ഈ 365 ദിവസത്തിനുള്ളിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് മാറും. ഇനി അടുത്തത് ഫെബ്രുവരി 1-ാം തീയതിയാണ് അടുത്ത 10,000 ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് 365 ദിവസം, അതായത് ഒരു വർഷം. ഇനി മാർച്ച് 1-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് 365 ദിവസം. അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള കണക്കാണ് നോർമൽ സിറ്റുവേഷനിൽ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തൊമ്മിച്ചൻ 10,000 രൂപയുടെ SIP ആണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ടോട്ടലി 24 മാസം 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ 2.4 ലാഖ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഒരു 3 ലക്ഷം രൂപയായ സമയത്ത് ഈ എമൗണ്ട് മൊത്തം വിഡ്രോ ചെയ്തു. അതായത് 3 ലക്ഷം രൂപ ഇദ്ദേഹം ആയ സമയത്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ വിഡ്രോ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 12 മാസം ഇദ്ദേഹം 1,20,000 രൂപയോളം ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 12 മാസത്തിനിടെ അടുത്ത 1,20,000 രൂപ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം 2.4 ലാഖ് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇദ്ദേഹം ഈ സമയത്ത് വിഡ്രോ ചെയ്തത് 3 ലക്ഷം രൂപയാണ് ഇദ്ദേഹം വിഡ്രോ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 0 to 12 ആദ്യത്തെ 12 മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റുകൾ ഇവിടെ വന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ യൂണിറ്റുകളെല്ലാം ഈ പറഞ്ഞ 365 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അക്യൂമുലേറ്റ് ചെയ്ത യൂണിറ്റിനെല്ലാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 3 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോൾ 2,40,000 ഇൻവെസ്റ്റ് ചെയ്തതാണ്, അതിൽ 60,000 രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 60,000 രൂപയിൽ ഒരു 40,000 രൂപ പ്രോഫിറ്റ് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഈ യൂണിറ്റിനാണ് വന്നിരിക്കുന്നത്. ബാക്കി 20,000 രൂപ പ്രോഫിറ്റ് അതിനുശേഷം അതായത് ഈ പറഞ്ഞ ലാസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത യൂണിറ്റിനാണ് കിട്ടിയേക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സോ ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സോ ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പം നമുക്കറിയാം ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 1.25 ലക്ഷത്തിന് മേലെ വരുന്ന പ്രോഫിറ്റിനാണ് നമുക്ക് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആകെ 40,000 പ്രോഫിറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് കൊടുക്കേണ്ട ലൈബിലിറ്റി ഇല്ല. പക്ഷേ NRI ആണെങ്കിൽ ഇവർക്ക് TDS ആയിട്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട്, അതായത് ഇപ്പോൾ 40,000 രൂപയുടെ 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഏകദേശം 5,000 രൂപ. ഈ 5,000 രൂപ അവർക്ക് തിരിച്ചു മേടിക്കാൻ പറ്റും. പക്ഷേ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർക്ക് TDS ആയിട്ട് പിടിക്കില്ല. ഈ ഫുൾ എമൗണ്ടും അവർക്ക് അവരുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ ഒരു പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാലും അവർക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഇല്ല. അതേസമയം ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 2 വർഷം കഴിഞ്ഞപ്പോൾ മൊത്തം എമൗണ്ട് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ 20,000 രൂപയോളം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കൊടുക്കാൻ ലൈബിലിറ്റി ഉള്ളത് 20%. 20%. അപ്പോൾ ഈ 20,000 രൂപയുടെ 20% ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. അതായത് ഏകദേശം 4,000 രൂപ. ഈ 20,000 രൂപയിൽ നിന്ന് 4,000 രൂപ നമ്മൾ ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. അതായത് SIPയെ സംബന്ധിച്ച് ഇതേ തരത്തിലാണ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് SWPയുടെ കാര്യം നമുക്ക് എടുക്കാം. ഇപ്പോൾ സപ്പോസ് തൊമ്മിച്ചൻ ഒരു 1 CR ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം ഇദ്ദേഹം 50,000 രൂപ വെച്ച് എല്ലാ മാസവും പിറ്റേ മാസം തുടങ്ങി എല്ലാ മാസവും 50,000 രൂപ വെച്ച് ഇദ്ദേഹം SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി വിഡ്രോ ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ജാനുവരി 1-ാം തീയതിയാണ് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി തുടങ്ങി ഇദ്ദേഹം 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്ത്, അതായത് റെഡീം ചെയ്ത് SWP വഴി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി ഇദ്ദേഹം വിഡ്രോ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ 1 കോടി രൂപ ജാനുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ 50,000 രൂപ വെച്ച് ഇദ്ദേഹം വിഡ്രോ ചെയ്യുന്നതാണ്. ഈ 50,000 രൂപ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതിൽ 2 പോർഷൻ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്. ഈ 2 പോർഷനാണ് ഇദ്ദേഹത്തിന് വരുന്നത്. ഇപ്പോൾ സപ്പോസ് ഫെബ്രുവരി മാസം വന്ന സമയത്ത് ഇതിൽ 49,000 രൂപ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലും 1,000 രൂപ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 49,000 രൂപക്ക് നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി നമുക്കില്ല. നമുക്ക് ഈ 1,000 രൂപക്ക് മാത്രമാണ് നമുക്ക് ടാക്സ് കൊടുക്കാൻ ലൈബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആകെ 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ഇതിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 1,000 രൂപയുടെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇതേ രീതിയിൽ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ
നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റ് പോർഷൻ, ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ആദ്യത്തെ വർഷമൊക്കെ പ്രോഫിറ്റ് വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് 20% ടാക്സ് കൊടുക്കാൻ നമുക്ക് ലയബിലിറ്റി ഉണ്ട്. ഇനി ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ എല്ലാ മാസവും വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞു, അതായത് ഇതിപ്പോൾ സപ്പോസ് 2024 ജാനുവരിയാണ് എന്ന് വിചാരിക്കുക ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത്. ഇനി 2025 ജാനുവരി ആയ സമയത്ത് ഇദ്ദേഹം 50,000 രൂപ ആ സമയത്തും വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഒരു 48,000 രൂപ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലും 2,000 രൂപ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2,000 പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ക്യാപിറ്റലിൽ 1.25 ലാക്ക് നമുക്ക് എക്സംഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഇതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ഇതിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 0 ടാക്സ്, കാരണം 1,25,000 മേലെ പ്രോഫിറ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലയബിലിറ്റി ഉള്ളൂ. അപ്പോൾ 2,000 രൂപ വെച്ച് ഇനി 12 മാസം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും 24,000 രൂപ വരുള്ളൂ. ഇനി 5,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ 12 മാസം കൂട്ടിക്കഴിഞ്ഞാൽ 60,000 രൂപ വരുള്ളൂ. ഇനി 10,000 രൂപ നമുക്ക് പ്രോഫിറ്റ് പോർഷൻ, അതായത് ഇതിൽ 10,000 രൂപ മേലെ പ്രോഫിറ്റ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാങ്കിൽ 1 crore ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് 6% ഇൻട്രസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 6% എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. 50,000 ഇൻട്രസ്റ്റ് തന്നെ ഈ 50,000 രൂപയും മൊത്തം എൻ്റെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തിട്ട് എനിക്ക് ടാക്സ് കൊടുക്കാൻ ലയബിലിറ്റി ഉണ്ട്. പക്ഷേ SWP എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാപിറ്റലിന് എനിക്ക് ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി ഇല്ല, പ്രോഫിറ്റിന് മാത്രമാണ്. അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് നോക്കിയതിന് ശേഷം എനിക്ക് ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്ക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാ മാസവും വളരെ റെലവൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വെബിനാറിൻ്റെ ലിങ്ക് എല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇതുവരെയും താങ്കൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്ക് ഉപയോഗിച്ച് താങ്കൾക്ക് ആ ഗ്രൂപ്പിൽ അംഗമാകാൻ സാധിക്കുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.